മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ആദ്യ വായനയിൽ വളരെ സുന്ദരമായ ചില സന്ദേശങ്ങൾ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, കർത്താവിൻ്റെ മുമ്പിൽ ഒഴുക്കുന്ന കണ്ണുനീര്, ചൊരിയുന്ന നിലവിളി ഒന്നും ദൈവം കേൾക്കാതെ പോകില്ല. ഹെസക്കിയ പ്രവാചകൻ രോഗിയായി, ഹെസക്കിയ രാജാവ് രോഗിയായി, യെശയ്യാ പ്രവാചകനിലൂടെ സന്ദേശം എത്തുകയാണ്: നിന്റെ ജീവിതം വേഗം ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിക്കാൻ പോവാം. നമുക്കിങ്ങനെ ഒരു സന്ദേശം കിട്ടുമെന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയാമായിരുന്നെങ്കിൽ നമുക്കെല്ലാം ക്രമപ്പെടുത്തിയിട്ട് എല്ലാം ഒന്ന് സെറ്റിലാക്കി നല്ലൊരു കുമ്പസാരം നടത്തി നമുക്ക് മരിക്കാമായിരുന്നു. ഇങ്ങനെ ഹെസക്കിയ രാജാവിനെ കിട്ടിയതുപോലെ, യെശയ്യായിൽ നിന്നും ഒരു സന്ദേശം കിട്ടിയതുപോലെ നമുക്ക് സന്ദേശം കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കിട്ടുമായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു അല്ലേ? നമ്മൾ മരിക്കാൻ പോകുന്ന സമയം അറിയുമായിരുന്നെങ്കിൽ, നമ്മൾ എന്ന് മരിക്കും എന്ന് അറിയുമായിരുന്നെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി നല്ലവരായിട്ട് ജീവിച്ചേനെ. മാത്രമല്ല, കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിച്ചേനെ. പ്രവാചകൻ വന്ന് ഹെസക്കിയായുടെ അടുത്ത് പറഞ്ഞു, നിന്റെ ജീവിതം ക്രമപ്പെടുത്തിക്കോ, നീ മരിക്കാൻ പോവാന്ന് പറഞ്ഞു. ഹെസക്കിയ കടലിൽ കടന്ന് കർത്താവിന് മുമ്പ് നിലവിളിക്കാൻ തുടങ്ങി: ദൈവമേ, ഞാൻ അനീതിയായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ അവിശ്വസ്തയോടെ പെരുമാറിയിട്ടില്ല, ഞാൻ നിന്റെ സ്നേഹത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല, നീ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് ഈ ഹെസക്കിയ രാജാവ് തമ്പുരാന്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തക്ഷണം കർത്താവിൻ്റെ മനസ്സ് മാറി പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, നിന്റെ ആയുസ്സിന്റെ ദൈർഘ്യം 15 വർഷം കൂടി നിനക്ക് നീട്ടിത്തന്നിരിക്കുന്നുവെന്ന്. ഇപ്പൊ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവാചകനിലൂടെ നൽകിയ സന്ദേശം അനുസരിച്ച് ഹെസക്കിയ രാജാവ് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കിയപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ദൈർഘ്യം കർത്താവ് നീട്ടിക്കൊടുത്തു. എന്ന് പറഞ്ഞാൽ കർത്താവ് അവൻ്റെ കണ്ണുനീര് കണ്ട് അവനോട് കരുണ കാണിച്ചു എന്നുള്ളതാണ് ആദ്യ വായനയുടെ സന്ദേശം. സുവിശേഷത്തിലേക്ക് വരുമ്പോഴും കരുണയുടെ സന്ദേശം തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദേവാലയത്തേക്കാൾ വലുതായിട്ടുള്ളത് എന്തോ ഇവിടെയുണ്ട് എന്ന് കർത്താവ് പറയുന്നത്. ഫരിസേയര് കർത്താവിൻ്റെ അപ്പസ്തോലന്മാർക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ വയലിലൂടെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നല്ല വിശപ്പുണ്ട്, ചിലപ്പോൾ കുറച്ചധികം നേരമായിട്ടോ മണിക്കൂറുകളായിട്ടോ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പം എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന വയലിലുണ്ടായിരുന്ന കുറച്ച് ധാന്യമണികളൊക്കെ പറിച്ച് തിന്നാൻ തുടങ്ങി. ഇപ്പോൾ സാബത്തിൽ നിഷിദ്ധമാണത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒന്ന് മണികളൊക്കെ ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കതിരുകൾ വേർതിരിച്ച് അതൊരു പണിയാണ്, സാബത്തിൽ ജോലി ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം അതിനെതിരെ അവർ വിമർശിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കർത്താവ് സാബത്തിനേക്കാളും പ്രധാനപ്പെട്ട ദൈവസാന്നിധ്യത്തെക്കുറിച്ചും ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള സാബത്താചരണങ്ങൾക്ക് വിലയില്ലാത്തതിനെ കുറിച്ചും ബലിയേക്കാൾ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും, കാരണം ഈ ബലി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണ തന്നെയാണ്. നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി എന്താണ്? ദൈവം നമ്മോട് കാണിച്ച കരുണയാണ്. അപ്പൊ സഹോദരനോട് കരുണ കാണിക്കാതെയുള്ള ബലികൾ അതിൽ തന്നെ അർത്ഥമില്ല എന്ന് ഈശോ സുവിശേഷത്തിലൂടെ അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ സന്ദേശം ഏറ്റവും കാതലായ സന്ദേശം എന്താണ്? കരുണ കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന ആത്മീയ കാര്യങ്ങൾക്കും നിയമങ്ങൾക്കും അപ്പുറമായി നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളോടും കൂടെയുള്ളവരോടും സഹാനുഭൂതിയോടും കരുണയോടും കൂടി പ്രവർത്തിക്കാനും പെരുമാറാനും സംസാരിക്കാനും നമുക്ക് പറ്റണം. നമ്മൾ ചിലപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക് നമ്മുടെ സാന്നിധ്യം എത്രമാത്രം സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക് നമ്മുടെ സാന്നിധ്യം എത്രമാത്രം കരുണാമയമാണ് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ചോദ്യം. അത് അസാധ്യമായി നിൽക്കുകയും എന്നാൽ മാനുഷികമായ നിയമങ്ങളും നമ്മുടെ മുമ്പിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട ജീവിതത്തിൻ്റെ തീരുമാനങ്ങളും ആലോചനകൾക്കും മീതെ അവരനോട് കരുണ കാണിക്കാൻ വിസമ്മതിക്കുകയും അവരൻ്റെ വേദനയിലും വിഷമങ്ങളിലും സങ്കടങ്ങളിലും അവരൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ വചനം നിയതമായി വിമർശിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്ന സന്ദേശം ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ബലി ജീവിതം പൂർത്തിയാകുന്നത് കരുണ കാണിക്കുന്നിടത്താണ്
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിൽ, ദിവ്യകാരുണ്യത്തിൽ നാം പങ്കുചേരുമ്പോൾ കർത്താവെ, അവരിനോട് കരുണ കാണിക്കാനുള്ള കൃപ ഈ ബലിയിലൂടെ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.